നമസ്കാരം. ദ ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ കേരളത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിച്ചു. ഇനി അറിയേണ്ടത് മന്ത്രിസഭയിലേക്ക് ആരെല്ലാം വരും എന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു. അവിടെ ഇതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ രീതികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് മുന്നണിയുടെ വികാരം, ജനങ്ങളുടെ വികാരമൊക്കെ മാനിച്ചുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഭൂരിപക്ഷം CLPയിലെ ഭൂരിപക്ഷം മാത്രം നോക്കി തീരുമാനമെടുക്കുക എന്ന രീതി അടക്കം മാറ്റിമറിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ എന്ന സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ഒരാൾ ആദ്യമായി മുഖ്യമന്ത്രിയാവുന്നത്. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിന്റെയും പിൻബലമില്ലാതെ ഒരു കോൺഗ്രസ്സുകാരൻ കേരളത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നതും അത് VD സതീശൻ ആണെന്ന് പറയേണ്ടി വരും. ഇനി അറിയേണ്ടത് മന്ത്രിസഭാ രൂപീകരണമാണ്. മന്ത്രിസഭാ രൂപീകരണത്തിൽ സാധാരണ കോൺഗ്രസ് പിന്തുടരുന്ന ചില രീതികളൊക്കെ ഉണ്ട്. ജാതി മത സമവാക്യങ്ങൾ, ഗ്രൂപ്പ് സമവാക്യങ്ങൾ, അതോടൊപ്പം തന്നെ പ്രാദേശികമായ സന്തുലിതാവസ്ഥ, മലബാറിനും മധ്യ കേരളത്തിനും തിരുവിതാംകൂറിനും എല്ലാം പ്രാതിനിധ്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു സന്തുലിതാവസ്ഥ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്. അതിന് ഏതെല്ലാം സാധ്യതകളാണ് മുന്നിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നത്. എനിക്കൊപ്പം MG രേണുക കൂടി ചേരുന്നു. കിരൺ ബാബു, എനിക്ക് ആദ്യം അറിയേണ്ടത് മുൻകാലങ്ങളെ അനുസരിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ്. ഇന്ന് UDF യോഗം ചേർന്ന് തീരുമാനമാകാതെ പിരിഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പ്രധാന വകുപ്പ് ചോദിക്കുന്നുണ്ട്, KC പക്ഷം പിടിമുറുക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വാർത്തകൾ. ഇതെല്ലാം കൂടി ചേർന്ന് മാത്രമേ കോൺഗ്രസിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കഴിയൂ. പണ്ട് A ഗ്രൂപ്പിന് 4 മന്ത്രിസ്ഥാനം, I ഗ്രൂപ്പിന് 4 മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ A ഗ്രൂപ്പ് തീരുമാനിക്കും ആര് 4 പേര് വേണം. അവസാനം അതിനകത്ത് ജാതി സമവാക്യം ശരിയായില്ലെങ്കിൽ ഒരു ഭാഗത്ത് ഒരു വിഭാഗം കൂടിയാൽ മറ്റേ ഭാഗം മാറ്റിയെടുക്കാൻ തീരുമാനിക്കും. അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ കുറേ കൂടി മെറിറ്റ് നോക്കിയുള്ള ചർച്ചകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്ര മെറിറ്റ് നോക്കി ചർച്ചകൾ. പക്ഷേ മെറിറ്റ് നോക്കുമ്പോഴും കോൺഗ്രസിന്റെ വെല്ലുവിളി ഒരു പൂർണ്ണമായി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളെ എല്ലാവരും ഒഴിവാക്കുക, അങ്ങനെ ഒരു നടക്കില്ല. മുസ്ലിം വിഭാഗത്തിന് പ്രാതിനിധ്യം കൊടുക്കണം, ഈഴോ വിഭാഗത്തിന് പ്രാതിനിധ്യം കൊടുക്കണം, നായർ വിഭാഗത്തിന്, അങ്ങനെ എല്ലാ സാമുദായിക, ക്രിസ്ത്യൻ വിഭാഗത്തിലെങ്കിൽ ലത്തീൻ പ്രാതിനിധ്യം കൊടുക്കണം, ഓർത്തഡോക്സ് പ്രാതിനിധ്യം, അങ്ങനെ അതെല്ലാം കൂടി പരിഗണിക്കേണ്ടി വരും. പക്ഷേ അത് മാത്രം നോക്കിയാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതുകൂടി പരിഗണിക്കാതെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എപ്പോഴും അതെല്ലാം പരിഗണിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് പരിഗണിക്കേണ്ടി സ്വാഭാവികമായി വരും. നമുക്ക് ആദ്യം അതിനു മുമ്പ് എങ്ങനെയാണ് കഴിഞ്ഞ ഇത്തവണത്തെ ചിത്രം ഇതാണ്. കോൺഗ്രസിന് 63 സീറ്റ്. അപ്പോൾ 11 മന്ത്രിമാരായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 12 വരാം. കാരണം ആകെ കോൺഗ്രസ് മന്ത്രിമാരെ തീരുമാനിക്കുന്നത് സാധാരണഗതിയിൽ ആകെ കഴിഞ്ഞ പ്രാവശ്യം 72/20 എന്നുള്ളതായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയല്ല, 102/20 എന്നുള്ളതാണ്. അപ്പോൾ എടുക്കുമ്പോൾ 5 പേർക്ക് ഒരു മന്ത്രിസ്ഥാനത്തേക്ക് സ്വാഭാവികമായി എത്തേണ്ടി വരും. കോൺഗ്രസിന് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ 63-ൽ 12 മന്ത്രിസ്ഥാനം വരെ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ലീഗിന് 22-നാണെങ്കിൽ ന്യായമായി ലഭിക്കേണ്ടത് 4 ഇത്തവണ. ലീഗിന് കഴിഞ്ഞ തവണ പക്ഷേ 5 കൊടുത്തിരുന്നു. അതുകൊണ്ട് ലീഗ് പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. അതുകൊണ്ട് ലീഗിനെ ചിലപ്പോൾ 5-ൽ നിന്ന് താഴെ കൊണ്ടുപോകാൻ ചിലപ്പോൾ അനുവദിക്കില്ല. 22 അധികമുണ്ട്. കേരള കോൺഗ്രസിന് 7, അത് 2 മന്ത്രിമാർ ആവശ്യപ്പെടുന്നുണ്ട്. ആ 2 പേർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ തവണ KM മാണിയും PJ ജോസഫും 2 പേരും ഒരേ പാർട്ടിയിലായിരുന്നു. അന്ന് 2 പേരും മന്ത്രിമാരായിരുന്നു. അത് 1 എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന് പകരം ഈ വേറെ ഏതെങ്കിലും ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് പദവിയുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ പദവിയുണ്ട്. ആ പദവികളിലേക്ക് കൂടി ഒക്കെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് RSPക്ക് 3 മൂന്നായാലും അവർക്ക് ഒരു മന്ത്രിസ്ഥാനം ഉറപ്പായും അവർക്ക്. കോൺഗ്രസ് വേണമെങ്കിൽ 11 മന്ത്രിസ്ഥാനവും പ്ലസ് ഒരു സ്പീക്കർ പദവിയോ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് 11 ക്യാബിനറ്റിൽ, ഇത് മന്ത്രിമാരുടെ കണക്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ന്യായമായും കണക്കെടുക്കുകയാണെങ്കിൽ 63 എന്ന് പറയുമ്പോൾ അത് 5 എടുത്തു കഴിഞ്ഞാൽ 12 വരേണ്ടത്. 12 സ്ഥാനത്തേക്ക് സ്വാഭാവികമായും. അപ്പോൾ എന്തായാലും നാളത്തെ UDF യോഗത്തിൽ ഇങ്ങനെ വീതം വെപ്പ് സംബന്ധിച്ച് വലിയ തർക്കം ഉണ്ടാകാൻ സാധ്യതയില്ല. തർക്കമുണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയാൻ കഴിയില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇവിടെ 22 പേരുള്ള ആളുകൾ, 22 പേരുള്ള ന്യായമായി കിട്ടേണ്ടത് 4+1 അല്ലെങ്കിൽ അരയോ ആണ്. അര എത്താനുള്ള ഇതില്ല. പക്ഷേ ഇവിടെ 7, ഇവിടെയും ഇതുപോലെ +2 ഉണ്ട്. ഇവിടെ 2 കേരള കോൺഗ്രസ് 2 ഉണ്ട്. ഇവിടെ 3 ഉള്ളൂ, -2 ആണ്. പക്ഷേ -2 ആണെങ്കിൽ അവിടെ മന്ത്രിസ്ഥാനം. അപ്പോൾ വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ, ഇവർക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുക്കുകയും മറ്റുള്ളവർക്ക് താരതമ്യേന കുറഞ്ഞ വകുപ്പുകൾ. ഇനി ഇതുകൂടി നമുക്ക് ചെറുകക്ഷികൾ CP ജോൺ ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ പോലും. CP ജോണിന് രേണുക പറഞ്ഞതുപോലെ തന്നെ CP ജോണിന് CMPക്ക് ഒരു MLA എന്നുള്ളതല്ല കണക്കാക്കുന്നത്. CP ജോൺ എത്രയോ കാലമായി, ഇതിൽ ഏറ്റവും കൂടുതൽ ദീർഘകാലമായി മുന്നണി മാറാതെ നിന്ന ഒരാൾ CP ജോണാണ്. MV രാഘവനൊപ്പം ഇറങ്ങിപ്പോകുന്ന ആളാണ്. ഒരിക്കൽ പോലും CP ജോണിന് ഒരു ജയിക്കുന്ന സീറ്റ് കൊടുക്കാൻ സാധിച്ചില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സീറ്റ് കൊടുക്കാൻ സാധിച്ചതും ജയിക്കുന്നതും. പിന്നെ CP ജോൺ UDF നൽകിയ സംഭാവനകൾ, പ്രകടനപത്രിക തയ്യാറാക്കുന്നത് മുതൽ CP ജോൺ ഭരണത്തിലിരിക്കും ആസൂത്രണ ബോർഡിലൊക്കെ വരുന്നത്, അങ്ങനെ ആ തരത്തിലേക്കുള്ള സംഭാവന. വിഡിയുമായുള്ള വലിയ കണക്ഷൻ ഇപ്പോൾ അദ്ദേഹം വിഡിയുമായി വലിയ കണക്ഷൻ വിഡിയുമായും നല്ല കണക്ഷനാണ്. ടീം UDF എന്ന നിലയ്ക്ക് ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് CP ജോൺ. അതുകൊണ്ട് CP ജോൺ എന്തായാലും ഫുൾ ടൈം മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റ് ചെറിയ കക്ഷികളിൽ ഇതിൽ സാധ്യത
ഇവർക്ക് ഒരുപക്ഷെ ടേം വ്യവസ്ഥയാവാൻ സാധ്യതയുണ്ട്? മാണി സി കാപ്പനും കെ രമയ്ക്കും ടേം വ്യവസ്ഥയാകാൻ സാധ്യതയുണ്ടോ? ഇതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം കെ രമ മന്ത്രിസ്ഥാനം ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. കെ രമ കഴിഞ്ഞ തവണ അടക്കം എടുത്ത നിലപാട് ഞങ്ങൾ ഇതിൽ അസോസിയേറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ UDF-ന്റെ ഭാഗമല്ല, പക്ഷെ അസോസിയേറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഇപ്പോൾ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു. അത് ഒരു ലെഫ്റ്റ് പാർട്ടിയിൽ നിന്ന് UDF-ലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തടസ്സമായിരുന്നു. ഇപ്പോൾ ജി സുധാകരനൊക്കെ ഒറ്റയ്ക്ക് മത്സരിച്ച് പിന്തുണ എടുക്കുന്ന പോലത്തെ ഒരു വിഷയം തന്നെയാണ്. ഒഴിവാകുകയാണെങ്കിൽ ഇവർക്ക് അനൂപ് ജേക്കബിനും മാണി സി കാപ്പനുമാണ്. പക്ഷെ അവർക്ക് അപ്പോഴും കൊടുക്കുമ്പോൾ ഈ 3 പേർക്ക് 3 മന്ത്രിസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും മന്ത്രിസ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ ടേം വ്യവസ്ഥയിലേക്ക് അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള സാധ്യത എന്തായാലും അങ്ങനെ ഒരു പരിഗണന. അവിടെ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് കെ രമ കൂടി വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെ ഉൾക്കൊള്ളും എന്നതിൽ അതാണ്. കെ രമ കൂടി വരാൻ അത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കെ രമ കൂടി വരാൻ താല്പര്യപ്പെട്ടാൽ നിലവിൽ കെ രമയുടെ പാർട്ടി RMP ഇതുവരെയും മന്ത്രിസ്ഥാനം വേണമെന്നത് ഔദ്യോഗികമായി ഇത്തവണ പറഞ്ഞിട്ടില്ല. അതും പ്രധാനമാണ്. ഇത്തവണ വേണ്ട എന്നൊരു നിലപാടും അവർ സ്വീകരിച്ചിട്ടില്ല. ഇനി അവരുടെ നിലപാട് എന്താണ് എന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കും കെ രമയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്. എന്തായാലും അനൂപ് ജേക്കബിനും മാണി സി കാപ്പനെ സംബന്ധിച്ചും രണ്ടുപേർക്കും ടേം വ്യവസ്ഥയാണ്. ഇന്ന് അനൂപ് ജേക്കബ് പറഞ്ഞത് 5 വർഷവും കിട്ടും, അതിൽ മുന്നണിക്ക് കൊടുക്കുക. അത് രീതി കഴിഞ്ഞ വർഷം 72 ഉള്ളതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇന്ന് ഷിബു ബേബി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വാചകമുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം കിട്ടി, ഫുൾ ടൈം കിട്ടി മന്ത്രിസ്ഥാനം, ഞങ്ങൾ ചോദിച്ച വകുപ്പ് കിട്ടി. കാരണം അന്ന് 72 ആയതുകൊണ്ട് ഒരാൾ പോലും പ്രധാനമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് ഞങ്ങൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് ഘടകകക്ഷികൾക്ക് മുതിരേണ്ടി വരാം. അതിനുള്ള സാധ്യത കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ CP ജോണിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രത്യേക പരിഗണന ഇവർക്കൊക്കെ അപ്പുറത്തേക്ക്. അനൂപ് ജേക്കബ് ഒരു തവണ ഇരുന്നാണ്. CP ജോൺ MLA പോലും ഇതുവരെ ആയിട്ടില്ല. CP ജോൺ അങ്ങനെ പരിഗണന കൊടുത്ത് 5 വർഷവും കൊടുക്കാൻ തന്നെയാണ് ഉറച്ച സാധ്യത. അതും അദ്ദേഹത്തിന്റെ ഒരു മെമ്പർ എന്നതിനപ്പുറത്തേക്ക് ഒരു മെച്ചപ്പെട്ട വകുപ്പ് കൂടി അദ്ദേഹത്തിന് ലഭിക്കാനുള്ള, പ്രത്യേക സഹകരണം പോലുള്ള വകുപ്പൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ്. ഇനി സുധാകരൻ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? അത് രേണുകയുടെ ഇതേ പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. ഇതുവരെ നമുക്ക് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ജി സുധാകരനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. ജി സുധാകരൻ ചിലപ്പോൾ മന്ത്രിസഭയിലേക്ക് ഒരു കോൺഗ്രസ് മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കാൻ ചിലപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എന്നാലും അദ്ദേഹം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജി സുധാകരനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാനം നൽകി. ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നത് കഴിഞ്ഞ VS-നെ അവസാനം കൊണ്ടുവന്നതുപോലെ ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കോടുകൂടി ഒരു പദവി കൊടുക്കുക എന്നുള്ളതായിരിക്കും. എന്തായാലും ഒരു കോൺഗ്രസ് മന്ത്രിസഭയിലേക്ക് അദ്ദേഹം പോകും. അദ്ദേഹത്തെ പരിഗണിക്കാതിരിക്കില്ല. പ്രധാനപ്പെട്ട ഒരു റോളിൽ ജി സുധാകരൻ ഉണ്ടാകും. അത് ഈ പറയുന്നത് പോലെ ആകും അല്ലേ? അത് ഏറ്റവും പ്രധാനമാണ്. ജി സുധാകരൻ മറ്റു പലരും മത്സരിച്ചു, TK ഗോവിന്ദനും ഒക്കെ മത്സരിച്ചെങ്കിലും കുഞ്ഞികൃഷ്ണനൊക്കെ മത്സരിച്ച് വിജയിച്ചെങ്കിലും ജി സുധാകരൻ യഥാർത്ഥത്തിൽ UDF-ലേക്ക് വന്നതിൻ്റെ പ്രയോജനം UDF-കാർക്ക് നന്നായി അറിയാം. അത് അമ്പലപ്പുഴയിലെ ഒരു ജയം എന്നുള്ളതല്ല. മറ്റേടത്ത് രണ്ടുപേരും അവരുടെ ജയമാണെങ്കിൽ കേരളമാകെ ജി സുധാകരൻ്റെ പ്രതിച്ഛായ, അദ്ദേഹത്തിൻ്റെ ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ, പിന്നെ CPM-നെ സംബന്ധിച്ച് ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. മാത്രമല്ല ആദ്യ പിണറായി സർക്കാരിലെ ഏറ്റവും പേരുകേട്ട മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ തഴഞ്ഞ് ആണ് പിന്നീടുള്ള മന്ത്രിസഭാ രൂപീകരണം. ആദ്യ പിണറായി സർക്കാരിലും VS സർക്കാരിലും രണ്ട് സർക്കാരിലും ഒരു പേരുദോഷം കേൾപ്പിക്കാതെ ഏറ്റവും ജനകീയനായി നിന്ന മന്ത്രിസ്ഥാനം ഏറ്റവും നന്നായി കൈകാര്യം ചെയ്ത ഒരു മന്ത്രി തന്നെയാണ്. അക്കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം, പിന്നെ അദ്ദേഹത്തിന് കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേരാൻ അദ്ദേഹം മാനസികമായി തയ്യാറാവും. ഇപ്പോഴും അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞ ഇന്റർവ്യൂ ഒക്കെ കേട്ട് കാണുമല്ലോ. ഞാൻ പാർട്ടിയിൽ മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അതൊരു പ്രതിസന്ധിയായി തന്നെ നിൽക്കുകയാണ്. ജി സുധാകരൻ എനിക്ക് മന്ത്രിസ്ഥാനം വേണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് പ്രതിസന്ധിയായി തന്നെ ഇവരുടെ മുന്നിലെത്തും. ഇതാണ് നാളത്തെ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ചർച്ചയെന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലേ? ആഭ്യന്തരമന്ത്രി സ്ഥാനമാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. അതും ഒരു മറ്റേതെങ്കിലും വകുപ്പുകൾ കൂടി അദ്ദേഹം ചോദിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തലയെ ഉൾക്കൊണ്ടു പോവുക എന്നതായിരിക്കും എന്തായാലും കോൺഗ്രസിന്റെ പ്രയോറിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ VD സതീശൻ ഉൾപ്പെടെ ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്യും, അല്ലേ? അതിനുള്ള സാധ്യതയുണ്ട്. രമേശ് ചെന്നിത്തല ആദ്യം എടുത്തിരുന്ന നിലപാട് VD സതീശൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ആ മന്ത്രിസഭയിലേക്ക് താനില്ല, തന്റെ ജൂനിയറായ അപമാനിതനായി ഞാൻ തുടരില്ല എന്നുള്ള നിലപാടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിൽ നിന്ന് ദീപാദാസ് മുൻഷി നേരിട്ട് വന്നു, VD സതീശൻ നേരിട്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകളൊക്കെ വളരെ പ്രധാനമാണ്. അദ്ദേഹം എന്ന് പറയുന്നത് എൻ്റെ നേതാവാണ്, അന്നും എൻ്റെ നേതാവായിരുന്നു KSU കാലത്തും, ഇപ്പോഴും എൻ്റെ നേതാവാണ് എന്ന് തന്നെയാണ്. പക്ഷെ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം മുഖം ശ്രദ്ധിക്കണം. അദ്ദേഹം ഒരു കാരണവശാലും മന്ത്രിസഭയിലേക്ക് ഉണ്ടാവും. മറുത്തൊരു വാക്ക് പറഞ്ഞില്ല. അത് രമേശിന്റെ രീതിയല്ല. രമേശ് എപ്പോഴും അങ്ങനെ മറുത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന വാക്കുകൾ പറയില്ല. അത് ഉള്ളിൽ ചെയ്താലും പുറമേക്ക് പറയുന്ന ഒരാളല്ല. അതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹം ഇന്ന് അസ്വസ്ഥനായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ അറിയാം. മാധ്യമപ്രവർത്തകരോട് പോലും അദ്ദേഹം ഇത്രയും ഒരു തരത്തിലും സഹകരിക്കാത്ത ഒരു കാലം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല.
സ്വാഭാവികമാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഒരു മന്ത്രി UDF ആയിരുന്നു ഭരണത്തിലെത്തുകയായിരുന്നെങ്കിൽ മറ്റൊരു ചോദ്യമില്ലാതെ ആരും ഒരാളുടെ ചോദ്യമില്ല, VD സതീശന്റെ പേരില്ല, KC വേണുഗോപാലിന്റെ പേരിൽ ആരുടെയും പേരില്ലാതെ സ്വാഭാവികമായും മുഖ്യമന്ത്രി ആവേണ്ട ആളാണ് രമേശ് ചെന്നിത്തല. ഒരാൾക്ക് ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. കിരൺ ബാബുവിന് എന്താണ് തോന്നുന്നത്? ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയും മറ്റൊരു പ്രധാന വകുപ്പിൽ VD സതീശനും അങ്ങനെയുള്ളൊരു ഫോർമേഷനാണോ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്? അതിനൊരു വളരെ പ്രധാനപ്പെട്ട സാധ്യതയുണ്ട്. കാരണം രമേശ് ചെന്നിത്തല പോലെ ഒരാളെ പുറത്തു നിർത്തിക്കൊണ്ട് ഒരു മന്ത്രിസഭാ രൂപീകരണം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ബുദ്ധിപ്രയാസമാണ്. മുതിർന്നൊരു നേതാവിനെ അപമാനിച്ച് പുറത്തു നിർത്തുക എന്ന് പറയുന്നതിനകത്ത് പ്രയാസമുണ്ട്. രമേശ് ചെന്നിത്തല മാറി നിൽക്കാനും എനിക്ക് തോന്നുന്നില്ല ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നൊക്കെ നിർബന്ധം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അത് അംഗീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കൽ ആഭ്യന്തരമന്ത്രി ആയിരുന്ന തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തപ്പോൾ ആദ്യം അത് വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് മുഖ്യമന്ത്രി അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിന്ന് 2.5 കൊല്ലം മന്ത്രിസ്ഥാനം കിട്ടിയില്ല. അവസാനം ആഭ്യന്തരമന്ത്രി സ്ഥാനം, എന്നാലേ സുപ്രധാനമായ ഈ താക്കോൽ സ്ഥാനം വിവാദവും രമേശ് ചെന്നിത്തല കേരളത്തിന്റെ കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് നായർ ബ്രാൻഡ് നേതാവാക്കിയായി രമേശ് ചെന്നിത്തല മാറി. അകൽച്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇപ്പോ ആഭ്യന്തരമന്ത്രി സ്ഥാനമല്ലാതെ ധനമന്ത്രി ആയിക്കൊണ്ട് രമേശ് ചെന്നിത്തലയെ അക്കോമഡേറ്റ് ചെയ്യുക എന്നതൊരു സാധ്യതയാണ്. അതിനുള്ള നിർദ്ദേശങ്ങൾ ഈ ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കാനാവില്ല എന്നുള്ളതാണ് VD സതീശനും പക്ഷത്തിന്റെ നിലപാട്. പക്ഷേ ആ തരത്തിൽ അംഗീകരിക്കാൻ സ്വാഭാവികമായി സാധ്യതയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, VD സതീശൻ മുഖ്യമന്ത്രി ആയതോടുകൂടി ഇനി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാവാൻ, അവർ തമ്മിൽ യോജിച്ച് നിൽക്കാനും ഒക്കെ ഉള്ള സാധ്യത ഇനി കൂടുതലാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ KC വേണുഗോപാൽ അടക്കം മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബാധിക്കാം. ഇവർക്ക് മുമ്പ് ആഭ്യന്തരമന്ത്രിയായത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. 28-ാം വയസ്സിൽ മന്ത്രിയായതാണ്. അതിന് കാരണം ദീർഘകാലം 10-40 വർഷത്തോളം മന്ത്രിസ്ഥാനം ഒന്നും കിട്ടാതെ പുറത്ത് നിൽക്കേണ്ടി വന്ന ഒരാളാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. അങ്ങനെ ഒരാളെ ഉൾക്കൊള്ളുമ്പോൾ ആഭ്യന്തരത്തിൽ കുറഞ്ഞൊരു വകുപ്പ് നൽകുക പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ, അങ്ങനെ രമേശ് അവസാനം സമ്മതിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെയാണ്. ഇപ്പോൾ വാഴയ്ക്കിന് പ്രസിഡന്റ് സ്ഥാനം വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നത് അതൊന്നും ഈ ചർച്ചയിലേക്ക് എനിക്ക് തോന്നുന്നില്ല മന്ത്രിസഭാ ചർച്ചയിലേക്ക് കടന്നു വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുന്നു. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശന് ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയാണ്? അത്തരം നമുക്ക് കൂടുതൽ വിശദാംശങ്ങളെ നമുക്ക് തൽക്കാലം എല്ലാ മന്ത്രിമാരുടെയും വകുപ്പുകളൊന്നും തീരുമാനത്തിലേക്ക്. കോൺഗ്രസിൽ ഇനി മന്ത്രിമാരെ തീരുമാനിക്കണം, ഘടകകക്ഷികൾക്ക് ഏതൊക്കെ വകുപ്പ് കൊടുക്കണം എന്നുള്ളത് ധാരണയാകണം. കഴിഞ്ഞ തവണത്തെ വകുപ്പുകൾ തന്നെയാണോ, അതിൽ ചില മാറ്റങ്ങളുണ്ടോ, വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ മാറ്റം വേണോ? ചില വകുപ്പുകളൊക്കെ ഇപ്പോൾ ഷിബു യോജന തൊഴിലായിരുന്നു, അന്ന് ഒരു സീറ്റ് മാത്രം ഉണ്ടായിരുന്നു. RSP B ആയിരുന്നു, അന്ന് ഒരു സീറ്റ് മാത്രം ഉണ്ടായിരുന്ന കാലം. ഇന്നിപ്പോൾ അങ്ങനെയല്ല, 3 MLA-മാരുടെ പാർട്ടിക്ക് തൊഴിൽ വകുപ്പ് മാത്രം നൽകിയാൽ മതിയോ, പ്രധാനപ്പെട്ട ഒരു വകുപ്പ് നൽകേണ്ടേ? അത്തരം ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് KV ഗണേഷ് കുമാർ ആദ്യം ഉണ്ടായിരുന്നു, ഗണേശിന് ഗതാഗതം പോലൊരു വകുപ്പാണ് നൽകിയിരുന്നത്. അപ്പോൾ അത്തരം കാര്യത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടാവാൻ. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ കോൺഗ്രസ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പിന്നെ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും. KC വേണുഗോപാൽ പകുതിയിലധികം ആളുകൾ തന്റേതായിരിക്കണം എന്നൊരു പിടിവാശിയുണ്ട് എന്ന് കേൾക്കുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട ഒരാളിന് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് കെ മുരളീധരൻ, PC വിശ്വനാഥ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ 3 പേരുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സാമുദായിക സമവാക്യം പാലിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ 3 നായർ വിഭാഗത്തിൽ നിന്ന് 3 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ മന്ത്രിസഭയിലേക്ക് എടുക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ നായർ വിഭാഗത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല കൂടി വന്നാൽ 2 ആയി. പിന്നീട് ഇല്ല, ഒരു സ്ഥാനത്ത് ഒരാളെ മാത്രമേ യഥാർത്ഥത്തിൽ ഇനി ഇരിക്കാൻ നിലവിലെ രീതിയിലുള്ളൂ. ഇനി ഒരു അസാധാരണ സാഹചര്യമാണ് എന്ന് കണക്കാക്കി ഒരാൾ കൂടി നൽകിയാലും ഈ 3 പേരിൽ ഒരു പേരുകാരൻ വെട്ടിപ്പോകേണ്ടി വരും. കെ മുരളീധരൻ ഷുവറാണെന്നാണ്. കെ മുരളീധരന്റെ പേരെന്തായാലും ഒഴിവാകാൻ സാധ്യത. ഹൈക്കമാൻഡ് കെ മുരളീധരന് അങ്ങനെ ഒരു പരിഗണന നൽകാൻ സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ തിരുവഞ്ചൂർ വരണം. തിരുവഞ്ചൂർ A ഗ്രൂപ്പുകാരനാണ് എന്നുള്ളത്. പക്ഷേ തിരുവഞ്ചൂർ മന്ത്രിയായതാണ്. തിരുവഞ്ചൂർ 2 തവണ മന്ത്രിയായതാണ്. ഉമ്മൻചാണ്ടിയുടെ 2 മന്ത്രിസഭയിലും തിരുവഞ്ചൂർ സ്പീക്കർ സ്ഥാനത്തേക്ക് തിരുവഞ്ചൂരിനെ മാറ്റാനുള്ള സാധ്യത ഉണ്ടാകുമോ? സ്പീക്കർ സ്ഥാനത്തേക്ക് മാറ്റാനുള്ള സാധ്യത അവിടെയും. പക്ഷേ പ്രശ്നം ഈ 3 പേരെയും കൂടി ഉൾപ്പെട്ട് 2 പേര് വേറെയായി. രമേശ് ചെന്നിത്തലയും VD സതീശനുമായി പിന്നെ കെ മുരളീധരനും PC വിശ്വനാഥും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നു കഴിഞ്ഞാൽ 5 പേരെ നായർ വിഭാഗത്തിൽ മാത്രം കൊടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രയാസമാണ്. സ്വാഭാവികമായും ഇതിൽ ഒരാളോ 2 പേരോ വെട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. വെട്ടിപ്പോകാൻ ഇല്ല എന്നതിൽ കൂടുതൽ ഉറപ്പുള്ള ഒരാൾ ഞങ്ങളുടെ കൊല്ലത്തുനിന്നുള്ള മന്ത്രിയാണ്, വെട്ടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസുകാർക്ക് ഇതിപ്പോ ഈ നോക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ 5 പേരുള്ളതിനകത്ത് 5 പേരും കൊച്ചിക്ക് ഇപ്പുറം നിൽക്കുന്നവരാണ്. എറണാകുളത്ത് നിന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല ആലപ്പുഴ, ഇത് തിരുവനന്തപുരം, ഇത് കൊല്ലം, ഇത് കോട്ടയം. മുൻപ് കണ്ണൂർ
കണ്ണൂരാണ് അധികാര കേന്ദ്രം എന്നല്ലേ പറയുന്നത്. ഇനിയിപ്പോ തെക്കൻ കേരളം ആയിക്കോട്ടെ, എന്താ പ്രശ്നം? എല്ലാം കേരളത്തിലല്ലേ. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് പക്ഷേ കോൺഗ്രസ് ഇനി സാധ്യത പേര് പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയില്ല. രണ്ട് പേരുകൾ VT ബൽറാമും CR മഹേഷുമാണ്. കാരണം ഇപ്പോൾ VT ബൽറാമിന്റെ പേര് ചിലപ്പോൾ VD സതീശൻ തന്നെ മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. CR മഹേഷിന്റെ പേരും VD സതീശൻ മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. പുതിയൊരു തലമുറ വേണം. പക്ഷെ അത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത നിലവിൽ കുറവാണ്. കാരണം ഒരു യുവമുഖം നൽകാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ VT ബൽറാമിനും CR മഹേഷിനും നല്ല സാധ്യത. അപ്പോൾ ഇവർക്കിൽ ഒരാളെങ്കിലും പരിഗണിച്ചാൽ ഈ പറയുന്ന പോലെ K മുരളീധരനെയോ തിരുവഞ്ചൂരിനെയോ ഉറപ്പായും ഒഴിവാക്കേണ്ടത്. സമുദായ സമവാക്യത്തിൽ പ്രശ്നം വരും. അതുകൊണ്ട് അതാണ് ഇവരെ സംബന്ധിച്ച് രണ്ടുപേർക്ക് തടസ്സമായി നിൽക്കുന്നത്. ഇനി മറ്റൊന്ന് AP അനിൽകുമാർ ഏതാണ്ട് ഉറപ്പിക്കാം. ഏതാണ്ടല്ല, AP അനിൽകുമാർ 100% ഉറപ്പിക്കാവുന്ന ഒരു മന്ത്രി AP അനിൽകുമാറാണ്. പ്രധാനപ്പെട്ട ഒരു വകുപ്പും KC വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരനാണ്. എന്ന് മാത്രമല്ല 2 തവണ മന്ത്രിയായിരുന്നു. അതിനേക്കാൾ അപ്പുറത്ത് മെറിറ്റ് നോക്കിയാൽ തന്നെ അദ്ദേഹം SC വിഭാഗത്തിൽ നിന്ന് വരുന്ന കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന് MLA ആയിട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഉറപ്പാണ്. ST വിഭാഗത്തിൽ നിന്ന് ഇത്തവണ ഒരു മന്ത്രി ഉണ്ടാകാനുള്ള സാധ്യത. ST വിഭാഗത്തിൽ നിന്ന് ഇത്തവണ മന്ത്രി ഉണ്ടായ നിലവിലെ സാഹചര്യം കുറവാണ്. കഴിഞ്ഞ വർഷം PK ജയലക്ഷ്മി ഒരു വനിത വരികയും രാഹുൽ ഗാന്ധി പ്രത്യേക നിർബന്ധം അതിൽ പുലർത്തുകയും അങ്ങനെ ഒരു വികാരമുണ്ടായാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായി ST വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി വിപ്ലവകരമായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി പോയത്. എന്തായാലും അത് നടന്നില്ല. അപ്പോൾ ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വനിതകളുടെ അടുത്ത ഇതിലേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊന്ന് ശക്തനാണ്. ശക്തനെ സംബന്ധിച്ച് നാടാർ വിഭാഗത്തിന്റെ വോട്ട് ഏറ്റവും നിർണായകമായിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ 3 മണ്ഡലങ്ങളിൽ നാടാർ വിഭാഗത്തിന്റെ വലിയ പിന്തുണ കോൺഗ്രസ് സ്പീക്കറാണ്. വേണമെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് അടക്കം പരിഗണിക്കാവുന്ന പേരുകൾ നാടാർ വിഭാഗത്തിൽ. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നാടാർ വിഭാഗത്തിന്റെ വോട്ട് കോൺഗ്രസിന് അവിടെ വലിയ നിർണായകമായി. അവിടെ ജയിച്ചെല്ലാം കന്യാകുമാരിയിൽ നിന്നാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലടക്കം അത്തരത്തിലൊരു പിന്തുണയ്ക്ക് ചിലപ്പോൾ അത് ശക്തന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. KPCC അധ്യക്ഷൻ എന്തായാലും 100% മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നതാണ്. മറ്റൊന്ന് 2 പേരുകൾ, ഒന്ന് മാത്യു കുഴൽനാടനും ഒന്ന് ചാണ്ടിയുമനുമാണ്. സണ്ണി ജോസഫ് ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ക്രൈസ്തവ വിഭാഗത്തിന് KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഇനി ഏത് വിഭാഗമായാലും അദ്ദേഹത്തിന് വരും. അപ്പോൾ അദ്ദേഹത്തിന്റെ വിഭാഗം റോമൻ കത്തോലിക്കയാണ്. അപ്പോൾ RC വിഭാഗത്തിൽ നിന്ന് സണ്ണി ജോസഫ് എന്തായാലും മന്ത്രിയാവും. RC വിഭാഗത്തിൽ നിന്ന് തന്നെയാവും കേരള കോൺഗ്രസിന്റെ മന്ത്രിമാരും. ഉള്ളത് യാക്കോബായ വിഭാഗത്തിൽ നിന്ന് മാത്യു കുഴൽനാടൻ. യാക്കോബായ വിഭാഗത്തിന് പ്രത്യേകിച്ച് പ്രാതിനിധ്യം ഇല്ല യഥാർത്ഥത്തിൽ. കാരണം യാക്കോബായ വിഭാഗത്തിൽ നിന്നാണ് അനൂപ് ജേക്കബ് മന്ത്രിയാവുന്നത്. മാത്യു കുഴൽനാടിന്റെ പ്രത്യേകത, മാത്യു കുഴൽനാടിനെ KC വേണുഗോപാലോ അല്ലെങ്കിൽ VD സതീശനും ഒരുപോലെ ഹൈക്കമാൻഡിനും ഒക്കെ താല്പര്യമുള്ള ഈ തവണ പിണറായി സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായിക്കെതിരെ ഏറ്റവും അതിശക്തമായ രീതിയിലേക്ക് ആക്രമണം അഴിച്ചുവിടുകയും അതിന്റെ കാര്യങ്ങൾ നിയമപോരാട്ടവും ഒരേപോലെ തന്നെ നിയമസഭാ തൊട്ടു മുമ്പത്തെ ദിവസവും പ്രളയവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ഏറ്റവും നിർണായകമായ വോയിസ് ക്ലിപ്പ് അടക്കം പുറത്തുവിട്ടതിലൊക്കെ അടക്കം മാത്യു കുഴൽനാടൻ മന്ത്രിസ്ഥാനം ഉറപ്പാണ്. ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് ചാണ്ടിയുമൻ, അബിൻ വർക്കിയാണുള്ളത്. എന്തായാലും ഫസ്റ്റ് ടൈം ആണ്, യാതൊരു ചാൻസും ഇല്ല. അങ്ങനെ നോക്കാൻ ഇതും ഒരു ടൈം ആയിട്ടില്ല, ചാണ്ടിയുമനായിട്ടില്ല. പക്ഷെ ചാണ്ടിയുമൻ ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അതിനപ്പുറത്തേക്ക് സ്വന്തം മേൽവിലാസം സ്വയം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ഒരാളാണ്. വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇത്തവണത്തെ പ്രചരണം മാതൃകയായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയ്ക്ക് നിന്ന് സ്വന്തം നിലയിൽ ഒരു നേതാവ് എന്ന നിലയിലേക്ക് സ്വയം വളർന്ന മാതൃക സൃഷ്ടിച്ച ഒരാൾ കൂടിയാണ് ചാണ്ടിയുമന്. സ്വാഭാവികമായിട്ടും KC വേണുഗോപാലിന്റെ പിന്തുണയുണ്ട്, ഹൈക്കമാൻഡിന്റെ ഒരു പിന്തുണയുണ്ട്, ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന പ്രത്യേക പരിഗണനയുണ്ട്. പാർട്ടിക്കൊപ്പം ഭാരത് ജോഡോ യാത്രയിലൊക്കെ മുഴുവൻ സമയം രാഹുലിനൊപ്പം നടന്ന ഒരാളാണ്. ആ തരത്തിലൊക്കെ പ്രാധാന്യമൊക്കെ ചാണ്ടിയുമന് ലഭിക്കാൻ സാധ്യതയുണ്ട്. വിൻസെന്റും TJ വിനോദുമാണ്. തിരുവനന്തപുരത്തെ പ്രാതിനിധ്യം നോക്കിയാൽ ഇപ്പോൾ ശക്തനൊക്കെ വരികയാണെങ്കിൽ വിൻസെന്റിന്റെ സാധ്യത പിന്നെ എത്രമാത്രം? K മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഇതിൽ രേണുക ഒരു പ്രധാനപ്പെട്ട വിഷയം ലത്തീൻ വിഭാഗത്തിന്റെ പ്രാതിനിധ്യമാണ്. ലത്തീൻ വിഭാഗത്തിൽ നിന്ന് UDF മന്ത്രിസഭയിൽ അത്രയും പ്രാധാന്യമുണ്ടോ? അതിന്റെ ഒരു വിഷയം നേരത്തെ ആയിരുന്നെങ്കിൽ ലത്തീൻ വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാവുന്നത് അത് ഷിബു ബേബി ജോൺ മന്ത്രിയാവും. അക്കാര്യം ഉറപ്പാണ്. RSPയിൽ നിന്ന് ഷിബു ബേബി ജോണെ മന്ത്രിയാവും. ലത്തീൻ വിഭാഗത്തിന്റെ പ്രാതിനിധ്യമായി ഒരാളെ കൂടി ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തവണ എറണാകുളത്തടക്കം VD സതീശൻ നടപ്പാക്കിയ ഒരു ലത്തീൻ നയതന്ത്രമുണ്ട്. 2 സീറ്റ് കൊടുക്കുന്നതിന് പകരം 3 സീറ്റ് കൊടുത്തു. 3 സീറ്റ് കൊടുത്ത് അതിന്റെ പ്രയോജനം ആലപ്പുഴ കൂടി സീറ്റ് കൊടുക്കുന്നു. 3 സീറ്റ് കൊടുത്തതിന്റെ പ്രയോജനം സ്വാഭാവികമായും കോൺഗ്രസിനുണ്ടായി. ലത്തീൻ വിഭാഗത്തിന്റെ വലിയ പിന്തുണ കോൺഗ്രസിന് ലഭിച്ചു. സാധാരണ RCയുടെ പിന്തുണ കിട്ടുന്ന പോലെ ലത്തീൻ വിഭാഗത്തിന് പിന്തുണ കിട്ടിയെന്ന് പറയുന്നത് വലിയ നേട്ടമാണ്. അതുകൊണ്ട് വിൻസെന്റ് ഇത്തവണ സമുദായത്തിന് അതീതമായി, ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി പോലും വോട്ടിംഗ് ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ രീതിയിൽ സാമുദായിക പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ?
അല്ല, അതിന് പ്രയാസമുണ്ട്. പക്ഷെ അപ്പോഴും അടിസ്ഥാനപരമായി ഇപ്പോൾ എം വിൻസെന്റ് ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭയ്ക്ക് ഏത് മതത്തിൽപ്പെട്ടാലും ജാതിയിൽപ്പെട്ടാലും മന്ത്രിയാവാൻ യോഗ്യനായ ഒരാൾ ആണ്. അത്രത്തോളം തവണ ജയിച്ചത് മാത്രമല്ല, അതുപോലെ കോൺഗ്രസ് ആകെ ഒരാളുള്ള സമയത്ത് പോലും എം വിൻസെന്റ് ആയിരുന്നു എന്ന് മാത്രമല്ല, എതിരാളികളിൽ നിന്ന് അത്രത്തരം അതിശയവും നേരിടേണ്ടി വന്നപ്പോഴും അതിനെയൊക്കെ മറികടന്ന് നിൽക്കുന്നതാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വിശ്വസ്തനായ ഒരാളാണ്. അവിടെ എം വിൻസെന്റിന് ആ സാധ്യതയുണ്ട്. ടി ജെ വിനോദാണെങ്കിൽ ടി ജെ വിനോദിന്റെ പേര് വന്നാൽ, അത് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പേര് വന്നാൽ സ്വാഭാവികമായിട്ടും ടി ജെ വിനോദിന്റെയും പേരിനോ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ സാധ്യത ഇപ്പോഴും നിൽക്കുന്നത് എം വിൻസെന്റ് കൂടി വന്നാൽ അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 3 മന്ത്രിസ്ഥാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. മറ്റൊന്ന്, ഇനി അല്പം എനിക്ക് തോന്നുന്നു വേഗത്തിൽ പോകണമെന്ന് തോന്നുന്നു. അതെ, നമ്മൾ ലീഗിന് 5 മന്ത്രിസ്ഥാനം കിട്ടുകയാണെങ്കിൽ ഇതിൽ എത്ര പേർക്ക് സാധ്യത? ഇതിൽ ഒരാൾക്കാണ് സാധ്യതയുള്ളത്. ഒരാളിനെ മന്ത്രിയാവുകയുള്ളൂ. അതിൽ ഷാനിമോൾ ഉസ്മാൻ വനിത എന്നുള്ള പ്ലസ് പോയിന്റ് ഷാനിമോൾ ഉസ്മാനുണ്ട്. അൻവർ സാദത്തിന്റെ പേര് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ടി സിദ്ദിഖിന്റെ പേരിന്, ടി സിദ്ദിഖ് വയനാട് നിന്നുള്ള പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞു കൊടുത്ത ആളാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഇതിൽ പദവികൾ വച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേർ ഷാനിമോൾ ഉസ്മാനും ടി സിദ്ദിഖുമാണ്. യൂത്ത് കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കണമെങ്കിൽ പക്ഷേ ഷാനിമോൾ അവിടെ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഇനിയും ഒരാൾ കൂടിയുണ്ട്. പക്ഷേ ഷാനിമോൾ സ്വാഭാവികമായും വരാൻ, ഇതിൽ ഒരാൾ എന്തായാലും വരും. ഇതിൽ 2 പേർ വെട്ടിപ്പോകാനാണ് കൂടുതൽ സാധ്യത. ഇനി അസാധാരണ സാഹചര്യം ഉണ്ടായാൽ മാത്രമേ 7 മുസ്ലിം വിഭാഗത്തിൽ 7 മന്ത്രിമാർ അല്ലെങ്കിൽ ലീഗിന്റെ മന്ത്രിമാർ 4 അങ്ങനെ കുറഞ്ഞാൽ ഷാനിമോളിനെ വെട്ടിയാൽ പിന്നെ വനിതാ മന്ത്രിമാരായി ഇനി വരാൻ സാധ്യതയുള്ളത് ബിന്ദു കൃഷ്ണ ഒരാൾ. പക്ഷേ ഒരു മന്ത്രി മതിയോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2 വനിതകൾ വരികയാണെങ്കിൽ സ്വാഭാവികമായും ടി സിദ്ദിഖിന്റെ മന്ത്രിസ്ഥാനം ഈഴവ വിഭാഗത്തിൽ നിന്നാണ്. സ്വാഭാവികമായും 3 മന്ത്രിമാരെങ്കിലും ഈഴവ വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസിന് സാധാരണ കഴിഞ്ഞ തവണ 2 പേരെ ഉള്ളത് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടാണ് 2 പേരായത്. മറ്റ് ഇത്തവണ അങ്ങനെയല്ല, 9 പേർ വിജയിച്ചു വന്നിട്ടുണ്ട്. അതിലേറ്റവും സീനിയർ അയാൾ എം ലിജുവും ബിന്ദു കൃഷ്ണയുമാണ്. സ്വാഭാവികമായും ബിന്ദു കൃഷ്ണയും എം ലിജുവും ഉറപ്പിക്കാം. എം ലിജു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും സുപ്രധാനമായ സംഘടനാ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിയാണ്. എം ലിജുവിന്റെ മന്ത്രിസ്ഥാനം 100% ഉറപ്പിക്കാം. ബിന്ദു കൃഷ്ണയുടെ മന്ത്രിസ്ഥാനം ഏകദേശം അല്ല, അതും ഉറപ്പിക്കാവുന്ന ഒരു മന്ത്രിസ്ഥാനം തന്നെയാണ്. ഇനി ഷാനിമോൾ പ്രാതിനിധ്യം നോക്കിയാലും സാമുദായിക പ്രാതിനിധ്യം നോക്കിയാലും ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തിയാണ്. മഹിളാ കോൺഗ്രസിന് അധ്യക്ഷൻ കൂടിയായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾ വഹിച്ച മുൻ സ്ഥാനങ്ങൾ. പിന്നൊന്ന്, ഇവരെ ഇതുവരെ വന്നതിനകത്ത് മഹാഭൂരിപക്ഷം പേരും വരുന്നത് എറണാകുളത്തിന് തെക്ക് നിന്നാണ്. വടക്ക് നിന്നുള്ള മന്ത്രിമാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ജയന്തും സുമേഷ് അച്യുതനുണ്ട്. ഈ 2 പേരുടെ പ്രത്യേകത, 2 പേരും ഈ 2 പേരല്ല, ഈഴവ വിഭാഗത്തിൽ വന്ന എല്ലാവരും പുതിയ ആദ്യ തവണ MLA മാരാവുന്നതാണ്. സുമേഷിന്റെ പ്രത്യേകത, സുമേഷിന്റെ അച്ഛൻ അച്യുതൻ മന്ത്രിസ്ഥാനം 2011 മന്ത്രിസഭയിലേക്ക് തീരുമാനിച്ച ഒരാളാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ തീരുമാനിച്ച് അദ്ദേഹത്തെ വിളിച്ചറിയിക്കുമ്പോൾ ഞാൻ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാനില്ല, ചിറ്റൂരിൽ നിന്ന് ഞാൻ പോകാനില്ല എന്ന് പറഞ്ഞ് മന്ത്രിസ്ഥാനം അദ്ദേഹം തയ്യാറാവാതിരിക്കും. അവസാനം വയലാർ രവി തന്നെ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയും എന്നിട്ട് പോലും അദ്ദേഹം സമ്മർദ്ദത്തിന് വഴങ്ങി അതിരിക്കുകയും ഒക്കെ ചെയ്ത് മന്ത്രിസ്ഥാനം വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളുടെ മകനാണെന്നുള്ളതുകൊണ്ട് ഇത്തവണ ചിറ്റൂർ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റെങ്കിൽ ഇത്തവണ അവിടെ നഗരസഭ മത്സരിച്ച് ജയിച്ച് നഗരസഭാ ചെയർമാനായ ആളാണ് സുമേഷ്. സ്വാഭാവികമായും മലബാറിൽ നിന്ന് KC വേണുഗോപാലുമായി ഏറ്റവും അടുപ്പമുള്ള മലബാറിൽ നിന്ന് വരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കൂടി സുമേഷിന് ആ തരത്തിൽ ഈ 2 പേരിൽ ഒരാൾ വെട്ടിപ്പോകാം. മറ്റൊന്ന് ജയന്ത് കെ സുധാകരനൊപ്പം നിന്നാണ്, ഇപ്പോൾ KC വേണുഗോപാലിനൊപ്പമാണ് എന്ന് പറയുന്നു. എന്തായാലും ജയന്തോ അല്ലെങ്കിൽ സുമേഷ് അച്യുതനോ ഈ 2 പേരിൽ ഒരാൾക്ക് മന്ത്രിയാവാനുള്ള സാധ്യതയാണുള്ളത്. ഇത് ആണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മന്ത്രിസഭയിൽ വരുന്നതിന്റെ ഏകദേശ ചിത്രം. ഇത്രയും ആളുകളാണുള്ളത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1-2 പേരൊക്കെ വെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ പേരുകൾ തന്നെയാണെങ്കിൽ ഇതിൽ ചിലപ്പോൾ ഈ 2-ൽ ഒരാളാവാം. പക്ഷേ ഈ 2 പേരിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി മറ്റാരെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. ഇതിനപ്പുറത്തേക്ക് വലിയ വിപ്ലവങ്ങൾ സാധ്യമാക്കാനൊന്നും കോൺഗ്രസിൽ ഇപ്പോൾ സാധ്യമല്ലെന്ന് വെച്ചാൽ കോൺഗ്രസിന് എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പ്രാതിനിധ്യം നൽകേണ്ടതുണ്ട്. ആ പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കി മാത്രമേ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയൂ. അതൊക്കെ പരിഗണിക്കുമ്പോൾ ഏകദേശം ഈ തരത്തിലേക്ക് ഒരു മന്ത്രിസഭ വരാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. പിന്നീട് തീരുമാനമെടുക്കേണ്ടത് സ്വാഭാവികമായും ആ പാർട്ടിയാണ്, കോൺഗ്രസ്സാണ്. നമ്മൾ ഇതുവരെ അവർ തുടർന്ന രീതികൾ എങ്ങനെയായിരുന്നു എന്നത് പറയുന്നു. മറ്റ് തെരഞ്ഞെടുപ്പുകളെ വെച്ച് നോക്കിയാൽ ഈ സാമുദായിക പ്രാതിനിധ്യം ഒക്കെ ആ രീതിയിൽ തന്നെ നടപ്പാക്കണമെന്ന് നിർബന്ധം ഉണ്ടോ എന്നറിയില്ല. കാരണം ഒരു മാറ്റത്തിന്റെ സൂചനകൾ എല്ലാ മേഖലകളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണമെങ്കിൽ ഇവിടെയും വരാം. പക്ഷേ ഇതിൽ ഒരു പ്രധാന പ്രത്യേകത രേണുക ശ്രദ്ധിച്ചു, നമ്മൾ വന്ന പേരുകളെല്ലാം ഈ പേരുകൾ ആരും സമുദായത്തിന്റെ പേരിൽ വന്ന പേരുകളല്ല. ഈ പേരുകൾ ഇപ്പോൾ എം ലിജോ ബിന്ദു കൃഷ്ണയെ പോലെ ഒരാൾ മന്ത്രിസഭയിൽ ഉൾപ്പെടുക എന്നുള്ളത് അത് അവരുടെ സമുദായം ഏത് എന്നുള്ളത് അത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇത്തവണ അങ്ങനെ ആർക്കിടെയും കോട്ടയിൽ ആക്കി ആരെയും ഒതുക്കേണ്ട കാര്യമില്ലാതെ തന്നെ കോൺഗ്രസിന് അത്തരത്തിലേക്കുള്ള MLA മാർ എന്തായാലും എത്തിയിട്ടുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ആ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.